ഒരു ഭീകരമായ വരുമാനമാണുള്ളത്. ആ വരുമാനത്തിൽ പിന്നെ അവിടുത്തെ പഞ്ചായത്ത് ഈ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് അവർക്ക് ഈടാക്കണം എന്നുള്ള നിർബന്ധം ബുദ്ധിയാൽ മുന്നോട്ട് വരും. പക്ഷേ ഭരണ സ്വാധീനത്തിൽ വന്ന് ഗവൺമെൻറ് എക്സംഷൻ കൊടുത്തപ്പോൾ ഈ എല്ലാ മാധ്യമങ്ങളും അതിനെതിരെ ഒരു വാർത്ത പോലും അത് പുറത്തു വന്നില്ല. ഞാനത് പിന്നെ ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത് പ്രാദേശികമായി അത് കൊടുത്ത് കളഞ്ഞു എന്ന രീതിയിലാണ് പറഞ്ഞത്. ഇത്രയും ഒരു ലൈവ് വിഷയമാണ്. ഒരു പഞ്ചായത്തിൻ്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന രീതിയിൽ ഒരു വ്യവസായ സ്ഥാപനം പിന്നെ ഒരു രാഷ്ട്രീയ നേതാക്കളുമായി കളിച്ച കളിയിലാണ് അത് പോയി. അതൊന്നും എക്സ്പോസ് ചെയ്യാനുള്ളൊരു മനസ്ഥൈര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ അവിടുത്തെ മാധ്യമപ്രവർത്തകരെല്ലാം സംസാരിച്ചപ്പോൾ അവരെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മാനേജ്മെൻറ്റ് തീരുമാനിച്ചാണ് കൊടുക്കേണ്ടത്. അങ്ങനെ മാനേജ്മെൻറ്റിൽ മനഃപൂർവ്വം വിചാരിക്കണം. പിന്നെ ഏറ്റവും ദയനീയ ഒരവസ്ഥ എന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്തുണ്ടായ വിവാദം, അതിനകത്ത് എത്ര സത്യസന്ധത ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ടെങ്കിലും ഒരു ആരോപണമായിട്ട് വന്നതാണ്. അത് തമിഴ്നാട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ 3 പത്രപ്രവർത്തകരെ തിരുവനന്തപുരത്തെ പത്രക്കാർക്കെല്ലാം പേരെടുത്ത് പറയത്തക്കുള്ള 3 പത്രപ്രവർത്തകർ അതിന് മുഖ്യമന്ത്രിയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. സത്യം പറയാനുള്ള ആ വാർത്ത കേൾക്കുകയും അതിൻ്റെ പിന്നാമ്പുറം എല്ലാം അറിയാവുന്ന രീതി എനിക്കറിയാവുന്നുള്ള അതിൻ്റെ TP സെൻകുമാറിന് നേരിട്ട് കേട്ട പത്രപ്രവർത്തകരുണ്ട്. അദ്ദേഹത്തിനെയും ഈ സത്യസന്ധന നമ്മൾ വിചാരിപ്പെടുന്ന ഭരത് ഭൂഷണെയും പോലും സ്വാധീനിച്ചാണ് ആ റിപ്പോർട്ട് മടക്കി അത് എന്നെ മുക്കിക്കളഞ്ഞു. ഒരു ശരിക്കും മറ്റൊരു അവസ്ഥയിലാണെങ്കിൽ മറ്റ് 2 രാജ്യങ്ങൾ തമ്മിലുള്ള അവസ്ഥയിലാണെങ്കിൽ ഒരു രാജ്യദ്രോഹ കുറ്റമായി മാറുന്ന ഒരു ഇഷ്യൂ ആണ്. ആ ഇഷ്യൂ പോലും മുക്കിക്കളഞ്ഞു. അതിൻ്റെയൊക്കെ പിന്നിൽ മാനേജ്മെൻറ്റ് താല്പര്യമാണ്, അല്ലാതെ പത്രപ്രവർത്തകരെ അതിനകത്ത് കുറ്റപ്പെടുത്തേണ്ട. പിന്നെ സാർ, അച്ചടി ദൃശ്യ മാധ്യമത്തോടൊപ്പം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ സജീവമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഫേസ്ബുക്ക് പോലെയുള്ള ഇതിലേക്ക് നിരവധി വാർത്തകൾ ഉണ്ടാകുന്നുണ്ട്. അതിനെ ചില സമയങ്ങളിലെങ്കിലും പിന്തുടരുന്ന ഒരവസ്ഥ ഇന്ന് നിലവിലുണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞ ആ ഒരു മേഖലയിലോട്ട് ഞാൻ കടന്നിട്ടില്ല. എന്നാലും മാധ്യമങ്ങളിൽ ഉള്ള അതിനെക്കുറിച്ചുള്ള അറിവേ ഇരിക്കും. പിന്നെ യൂണിയൻ പ്രവർത്തനത്തിൽ ഇനി ഇപ്പോൾ 2009 സാർ കേരളത്തിൽ വിടുന്നത്. ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ തലസ്ഥാനത്തിൻ്റെ ഒരു ഏറ്റവും പ്രൗഢമായ ഒരു പത്രമായിരുന്നു കേരള കൗമുദി. അപ്പോൾ ആ കാലഘട്ടത്തിൽ സാറ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുകയും അപ്പോൾ ഇന്ന് തലസ്ഥാനത്തുള്ള നിരവധി പത്രങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ കേരള കൗമുദിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ വായന സംസ്കാരത്തിൽ കൂടുതലായിട്ട് മെച്ചപ്പെടുത്താൻ സഹായിച്ചത്. അപ്പോൾ ആ കാലഘട്ടം ഒന്ന് സൂചിപ്പിച്ചാൽ. ഒന്ന് പ്രാദേശികമായ തലസ്ഥാനത്തെ ഒരു പത്രം എന്ന നിലയിൽ വളരെ തിരുവനന്തപുരത്ത് മാത്രമല്ല പുറത്ത് ഒരു വിശ്വാസ്യതയുള്ള ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ അറിയാം. അത് അങ്ങനെയാണ് അറിയുന്നത്. ഒരു പ്രത്യേക ഒരു കോളം തന്നെ ഉണ്ടായിരുന്നു തലസ്ഥാന വാർത്ത. അതിന് നോക്കി കാണാൻ വേണ്ടിയിട്ട് സ്ഥിരമായി വായിച്ചുകൊണ്ട് പത്രം കേരളമതി വരുത്തിക്കൊണ്ടിരുന്നത്. ഇടയ്ക്കത് ഒരു കേരളമതിക്കകത്ത് ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ കാരണം അതിൻ്റെ വളർച്ച ഘട്ടത്തിൽ നിന്ന് മുരടിച്ചു പോയി. ആ സമയത്താണ് മറ്റ് മാതൃഭൂമിയും മനോരമയും വന്നത്. അപ്പോഴത്തേക്ക് ആ വളർച്ച അതേപോലെ നിലനിൽക്കുകയും മറ്റൊരു മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ആണ് കേരളമതിയുടെ ഒരു സ്വാധീനം നഷ്ടപ്പെടും. ഇപ്പോൾ പത്രങ്ങളുണ്ട്, മിഡ് ഡേ ഉണ്ട്, ഈവനിങ് ഉണ്ട്, അതുപോലെ പത്രങ്ങൾ തന്നെ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ വാർത്തകൾ പെട്ടെന്ന് ഇപ്പോൾ ചാനൽ പോലെ തന്നെ ഇപ്പോൾ ഈ ഇത്ര പത്രങ്ങൾ ഈവനിങ് ഡെയിലിയൊക്കെ തലസ്ഥാനത്തില്ല, മറ്റുള്ള ജില്ലകളിലെ ഈവനിങ് ഡെയിലിക്ക് വളരെ ഒരു സാധ്യതയുള്ള മേഖലയാണ്. തലസ്ഥാനത്തും ഇപ്പോൾ 2-3 ഈവനിങ് ഡെയിലീസ് പ്രവർത്തിക്കുന്നുണ്ട്. ആ ഈവനിങ് ഡെയിലീസിൻ്റെ നല്ല 1-2 ഉള്ളത് കണ്ണൂരാണ്. അതെ, കണ്ണൂരാണ് ഈവനിങ് ഡെയിലീസ് നന്നായി. ശരിക്കും ഞാൻ കണ്ണൂരിലെ 3 മണിയാകുമ്പോൾ ആളുകൾ കാത്തിരുന്ന് പത്രങ്ങൾ ഈ മധ്യാഹ്ന പത്രങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നത് ഞാൻ കണ്ടു. ത്രോ അവേ സംവിധാനം പോലെയാണ് ഇത്. ഇതിനകത്തൊരു സ്ഥായിയായ ഒരു ഇതൊന്നുമില്ല. പെട്ടെന്നൊരു നോക്കി ബസ്സിലിരുന്നപ്പോൾ കണ്ട് പോയ ഹെഡിങ് വായിച്ച് പോകുന്ന ഒരു ഇതേ ഉള്ളൂ. അതിനകത്തൊരു ഒരു വലിയ സ്വാധീനം ഇവിടേക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആൾക്കാര് താല്പര്യത്തോടെ അല്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് പോവുക ആധികാരികത.
ഇപ്പോൾ ദൃശ്യമാധ്യമത്തിലൊരു വാർത്ത വന്നു കഴിഞ്ഞാലും പലപ്പോഴും അതിൻ്റെ ആധികാരികത പത്രത്തിലൂടെയാണ് പലരും സാധാരണക്കാരായ ആൾക്കാരൊന്ന് പിന്നെ അത് പൂർത്തീകരിക്കുന്നത്. അതാണ് പത്രത്തിൻ്റെ ഒരു വിശ്വാസ്യത. അതിനെക്കുറിച്ച് ഒന്ന് അത് നേരത്തെ പറഞ്ഞ പോലെ ഈ വാർത്ത കണ്ടു കഴിഞ്ഞു, ഇനി പിന്നെ ഒരു പ്രാധാന്യമില്ലാതെ പോവുകയാണ്. അതിനെ ഫോളോ അപ്പ് ചെയ്താണ് ഈ പോകുന്നത്. അപ്പം അതിൻ്റെ അകത്ത് തന്നെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. കഷ്ടിച്ച് ഹിന്ദു മാത്രമാണ് അതിനകത്തൊരു ഫോളോ അപ്പ് ഒരു ഡീറ്റെയിൽസിലേക്ക് പോകുന്നത്. മറ്റെല്ലാം ഈ ദൃശ്യമാധ്യമങ്ങൾ കൊടുക്കുന്നതിനെ ഫോളോ അപ്പ് ചെയ്ത് കൊടുത്തു എന്ന് വരുത്തി തീർക്കുകയാണ്. അപ്പോൾ അതിനൊരു ഫോളോ അപ്പ് സംവിധാനം ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് വളരെ കാലം യൂണിയൻ്റെ ഭാരവാഹിയായിരുന്നു. ഇപ്പോൾ പുതുതായിട്ട് കടന്നു വരുന്ന പത്രപ്രവർത്തകർക്ക് പിന്നെ ഈ പെട്ടെന്ന് ദൃശ്യമാധ്യമങ്ങൾ തന്നെയാണ്, പെട്ടെന്ന് വാർത്തകൾ ഉണ്ടാക്കുന്നു, ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ അപ്രത്യക്ഷമാകുന്നു. അതുപോലെ പത്രത്തിൽ നടക്കില്ല. പത്രത്തിലൊരു വാർത്ത വരുമ്പോഴത്തേക്കും ഒരു 3-4 കൈകളിലൂടെയാണ് ആ വാർത്തയുടെ ഒരു ആധികാരികത പരിശോധിച്ച് കടന്നു വരുന്നത്. ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ദൃശ്യമാധ്യമ രംഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ എഡിറ്റോറിയൽ ഭാഗത്ത് ഇരിക്കുന്ന ചിലർ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അവർ പെട്ടെന്ന് തീർക്കുന്നില്ല. അതൊരു സൂക്ഷ്മമായ നിരീക്ഷണത്തിന് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു ദുഃഖത്തോടെ തന്നെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പെട്ടെന്ന് കൊടുത്തു തീർക്കുകയാണ്, അപ്പോൾ ഒരു ഡബിൾ ചെക്കിങ് നടക്കുന്നില്ല എന്നാണ്. പിന്നെ ഇത് അവതരിപ്പിക്കുന്ന ഒരു പ്രൈം ടൈമിൽ ഇത് അവതരിപ്പിക്കുന്ന ആളുകൾക്കുണ്ടല്ലോ, അവർ തന്നെയാണ് ഇതിൻ്റെ ഒരു മേൽത്തട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അവർ കൈകാര്യം ചെയ്യാം. അപ്പോൾ അതിനൊരു എഡിറ്റിങ്ങിൻ്റെ ഒരു കുറവ് ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞത് വ്യക്തികളെ എടുത്ത് പറയുകയല്ല, എന്നാലും അങ്ങനൊരു ദോഷം അതിനകത്തുണ്ട്. കേരളത്തിൽ ഇത്രയും ന്യൂസ് ചാനലുകൾക്ക് ഇടമുണ്ടോ ശരിക്കും? അത് ഇനിയും വന്നുകൊണ്ടിരിക്കുകയല്ലേ. അതെ, അതാ അല്ല ഞാൻ പറഞ്ഞത്, ഈ ഇപ്പോൾ നിലവിൽ 1600 കോടി രൂപയുടെ ഒരു പരസ്യത്തിൻ്റെ താല്പര്യത്തിനാണ് പലരും ഈ രംഗത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഇനിയും വരും എന്നാണ്. ഇനിയും 2-3 പേർക്ക് കൂടെ ലൈസൻസ് ഉണ്ട്. അതുകൂടെ ഇപ്പോൾ വന്ന 2 പേരും കൂടെ ന്യൂസിലേക്ക് പോവുകയാണ്. കേരള കൗമുദി ഇപ്പോൾ എന്റർടൈൻമെന്റ് ചാനലാണ് നിൽക്കുന്നത്. വാർത്തയിലേക്ക് അവരും വാർത്തയിലേക്ക് പോകുന്നു എന്നതാണ് ഞാൻ അറിഞ്ഞത്. അതിൻ്റെ ഉള്ള സംവിധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം വാർത്താ ചാനൽ വരുമ്പോഴത്തേക്കും വാർത്തകൾക്ക് മേന്മ ഉണ്ടാകുമെന്ന് സാർ പ്രതീക്ഷിക്കുന്നുണ്ടോ? മേന്മ ഉണ്ടാകുന്ന പ്രതീക്ഷയുണ്ട്, പക്ഷെ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ദുഃഖസത്യം കൊണ്ടുണ്ട്. കാര്യം ഒരു മത്സര ബുദ്ധി അതിനകത്തുണ്ട്. താങ്കൾക്ക് അറിയാവുന്നുള്ള ഇതായിരിക്കും, ഈ ഒരു സമര രംഗത്ത് വെച്ച് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി വാഹനത്തിന് പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അറിയാവുന്നതാണ്. വാർത്ത ഒരു മത്സരിച്ച വാർത്ത ഉണ്ട്. ആ രീതിയിലേക്ക് പോകുന്നത് ശരിയല്ല. പിന്നെ മത്സരം ഒരു നല്ലതാണ്, പക്ഷെ ഒരു ഈ പത്രപ്രവർത്തകരെ സംഘടിപ്പിക്കുന്ന എളുപ്പമാണ് സാർ. മറ്റുള്ള ഇതര നിന്ന് വ്യത്യസ്തമാണ് പത്രപ്രവർത്തകർ. അവരുടെ ഒരു സംഘാടന രീതിയും അവരെ ഒരു പിന്നെ ഏതെങ്കിലും സമരമുഖത്തേക്ക് എത്തിക്കുക എന്നുള്ളതും സാറിൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിലുള്ള ആ ഒരു കാലം കൂടെ ഒന്ന്. കേരള പത്രപ്രവർത്തകർ ശക്തമായൊരു സംഘടനയാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ 60 വർഷം പിന്നിട്ടപ്പോഴും ഒരിക്കലും പോലും പിളർപ്പ് നേടിയിട്ടില്ല. ചെറിയ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടായെങ്കിലും അതൊക്കെ അതിജീവിച്ച സംഘടന. കേരളത്തിൽ രാഷ്ട്രീയവും അതിന് സാമുദായികമായ പിന്തുണയുള്ള ഒരുപാട് സർവീസ് സംഘടനകളുണ്ടെങ്കിൽ പോലും അവർക്കൊന്നും നേടാൻ കഴിയാത്തതാണ് ഈ ഒറ്റക്കെട്ടായിട്ടുള്ള നിലനിൽപ്പ്. അപ്പോൾ ഈ പുതിയതായി വരുന്നവരൊക്കെ പത്രപ്രവൃത്തി യൂണിയനിലേക്ക് അങ്ങോട്ട് ചോദിച്ചു മെമ്പർഷിപ്പിനൊക്കെ വേണ്ടിയുള്ള ഒരു വലിയൊരു തർക്കം തന്നെ അല്ല അതിനകത്ത് പിന്നിലെ വലിയതാണ്. അതായത് പിന്നെ അതുകൊണ്ട് ഈ കടന്നു വരികയാണ്, അല്ലാതെ വേറൊരു മാധ്യമങ്ങളുടെ ഒരു സംഘടന ഉണ്ടാക്കാനൊരു ശ്രമം തിരുവനന്തപുരത്ത് ഒരു 5-10 വർഷം മുമ്പ് ഉണ്ടായത്. അതായത് ദൃശ്യമാധ്യമങ്ങളിൽ അവർ തന്നെ അത് മടുത്തിട്ട് പത്രപ്രവൃത്തി യൂണിയനിൽ ചേരുകയാണ്. അവരൊരു 1-2 മീറ്റിംഗൊക്കെ നടത്തി, എന്നിട്ട് അവർ പത്രപ്രവൃത്തി യൂണിയനിൽ ചേരുകയാണ് ഉണ്ടായത്. അതായത് കൃത്യമായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനം നിലവിലുണ്ട്. തിരഞ്ഞെടുപ്പെല്ലാം വളരെ കൃത്യമായിട്ട് നടക്കാറുണ്ട്. നല്ല മത്സര ബുദ്ധിയോടുകൂടിയാണ് പിന്നെ പലരും ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ സാറ്
ഈ യൂണിയനിൽ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന്? ഞാൻ ജനറൽ സെക്രട്ടറിയാണ് തൊട്ട് മുമ്പാണ് ഈ പത്രപ്രവർത്തക പെൻഷൻ പദ്ധതി പറയുന്നത്. ഇത് തുടക്കത്തിൽ ധൃതി പിടിച്ച് നടത്തിയ ഒരു സംവിധാനമാണ്. ഇവർ 25-50 പേർക്ക് 2 സർക്കാരുകൾ ഈ പെൻഷൻ അങ്ങോട്ട് കൊടുത്ത് ആണ് ഈ സംവിധാനം ഉദ്ഘാടനം ചെയ്തത്. പിന്നെ അതിന് ഞാൻ ഒരു അനോമലി കണ്ടതെന്ന് വെച്ചാൽ, ഞാൻ യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോഴത്തേക്ക് ഒരു 100-400ഓളം അപേക്ഷകൾ ഇങ്ങനെ കെട്ടിക്കിടക്കണം. അപ്പോൾ യൂണിയൻ യോഗങ്ങളിലൊക്കെ വരുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള പരാതിയാണ്. അപ്പം അത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ അദാലത്തുകൾ നടത്തി. അന്ന് അനിൽ സേവിയർ എന്ന് പറഞ്ഞ ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ എല്ലായിടത്തും പിന്നെ അദാലത്തുകൾ നടത്തി അന്ന് നോർമലൈസ് ചെയ്തു. പിന്നെ ഒന്ന് നമ്മുടെ യൂണിയൻ സംവിധാനത്തിൽ ഞാൻ ഇരുന്നപ്പോഴാണ് ഈ ആരോഗ്യ പരിരക്ഷാ പദ്ധതി തുടങ്ങിയത്. ഒരു കുടുംബത്തിൽ 6 പേർക്ക്, പത്രപ്രവർത്തകർക്കും അല്ലാതെ അച്ഛനും അമ്മയും ഭാര്യയും 2 കുട്ടികളുള്ള 6 പേർക്ക് ഈ ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള അന്ന് 65,000 രൂപ, ഇപ്പോൾ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, 65,000 രൂപ വരെ കൊടുക്കുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഒരു സംവിധാനം ഉണ്ടാക്കി. പിന്നെ ഒരു സംരക്ഷണം, പ്രൊട്ടക്ഷൻ ഉണ്ട്. പത്രപ്രവർത്തകരെ അങ്ങനെ ആർക്കും ഞോണ്ടിക്കൊണ്ട് പോകാനൊന്നും പറ്റില്ല. അത് എത്ര ഇതുണ്ടെങ്കിലും പ്രൊട്ടക്ഷൻ പത്രപ്രവർത്തക യൂണിയൻ ശക്തമായി നിൽക്കുന്നുണ്ട്. സർക്കാരിൽ നിന്ന് പല തരത്തിലുള്ള സഹായം, സർക്കാരിൽ നിന്ന് മാത്രമാണ് ഒരു സഹായമുണ്ട്. മാനേജ്മെൻറ്റ് വലിയ സഹായം ഇല്ല എന്നുള്ളൊരു ദൗർഭാഗ്യകരമായ അവസ്ഥയുണ്ട്. അതായത് എല്ലാ വ്യവസായ സംരംഭങ്ങളും പോലെ വ്യവസായ ബന്ധ കമ്മിറ്റികളുണ്ട്. കേരളത്തിൽ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വ്യവസായ ബന്ധ സമിതി കൂടിയിട്ട് 25 വർഷത്തിലേറെയായി. അതിൻ്റെ അജണ്ട നിശ്ചയിച്ചു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ വരാതിരിക്കും. അങ്ങനെ ഏകപക്ഷീയമായി കമ്മിറ്റി കൂടാതെ പോകും. ഒരു കാര്യം ചർച്ച ചെയ്യാൻ പറ്റില്ല. ഈ വേജ് ബോർഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് എല്ലാ ഇതിനകത്ത് വെച്ച് തീരുമാനിക്കണമെന്നാണ്. ഒരിക്കലും അതിനകത്ത് തീരുമാനിച്ചിട്ടില്ല. പുതുതായിട്ട് കടന്നു വരുന്ന പത്രപ്രവർത്തകർക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് ഒരു യൂണിയൻ്റെ നേതാവെന്ന നിലയിൽ സാർ നൽകാനുള്ള സന്ദേശം? ഇതൊരു സത്യസന്ധതയുടെ വിശ്വാസ്യതയിലും ജനങ്ങളുടെ വിശ്വാസ്യത ആർജിക്കുക എന്നുള്ള പ്രധാന പ്രശ്നം. അങ്ങനെ ഒരു പുതിയ തലമുറയിൽ അങ്ങനെ വിശ്വാസം ആർജിക്കുന്ന പത്രപ്രവർത്തകരെ കണ്ടെത്താൻ തന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. പഴയകാല KP കേശവമേനോനായാലും K വിജയരാഘവൻ, പിന്നെ PK ബാലകൃഷ്ണൻ തുടങ്ങിയ പ്രഗത്ഭമതികൾ ഈ രംഗത്തുണ്ടായിരുന്നവരാണ്. അവരെ പോലെ ഒന്നും വിശ്വാസം ആർജിക്കുന്ന പത്രപ്രവർത്തക രംഗത്തുള്ളവർ ഇപ്പോൾ കണ്ടുകിട്ടുന്നില്ല. വിശ്വാസ്യതയാണ് എല്ലാവരും ഒരു കാതലായിട്ടുള്ളത്. അതിനു വേണ്ടി അർപ്പണ മനോഭാവത്തോടുകൂടി കുറേ ആളുകൾ മുന്നോട്ട് വന്നാൽ പത്രപ്രവർത്തന രംഗം മാത്രമല്ല മൊത്തത്തിൽ രാഷ്ട്രീയ രംഗം ഒന്ന് ശുദ്ധമാക്കപ്പെടും എന്നുള്ളതാണ് വിശ്വാസം.